മോഹൻലാൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു രസകരമായ അപ്ഡേറ്റ് ആണ് ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത്. മോഹൻലാലിന്റെ നിരവധി സിനിമകളുടെ റിലീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ആശീർവാദിന്റെ റിലീസിൽ വരുന്ന സിനിമകളുടെ റിലീസുകളാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ മോഹൻലാലിന്റെ വേറെയും പല സിനിമകളുണ്ട് റിലീസിന് കാത്തിരിക്കുന്നതും ഷൂട്ടിന് കാത്തിരിക്കുന്നതുമായി. ഈ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. എന്നാൽ ആ ചിത്രങ്ങളാണെങ്കിൽ ഏറ്റവും വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ചിത്രങ്ങളുമാണ് റാമും റംബാനും ഒക്കെ. അതിൽ തന്നെ റംബാൻ എന്ന സിനിമ കുറച്ച് സ്പെഷ്യലാണ്. കാരണം ജോഷി സംവിധാനം ചെയ്യുന്നു, ചെമ്പൻ വിനോദ് തിരക്കഥയൊരുക്കുന്നു, ഒരു റോ ആക്ഷൻ സിനിമ എന്നൊക്കെ പറയുമ്പോൾ മോഹൻലാൽ ആരാധകർക്ക് ഇത് മതിയല്ലോ എന്നതാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഒരു സിനിമ കാണാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. എന്നാൽ റംബാന്റെ ഓരോ അപ്ഡേറ്റും പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന രീതിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജോഷി ചിത്രമായിരുന്നു റംബാൻ. ചെമ്പൻ വിനോദ് തിരക്കഥ എഴുതി ചിത്രം ഒരു മാസ് ആക്ഷൻ കാറ്റഗറിയിൽ ഉള്ളതായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത്. ഈ ചിത്രം മോഹൻലാൽ ഉപേക്ഷിക്കുന്നതായി ഇടയ്ക്ക് വലിയ ന്യൂസുകൾ പ്രചരിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ കൂടുതലും ഇങ്ങനെയാണ് വന്നത്. തിരക്കഥയുമായി ബന്ധപ്പെട്ട കാരണത്തിലാണ് റംബാൻ ഉപേക്ഷിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രചരിക്കുകയുണ്ടായി. പിന്നീട് ചെമ്പൻ വിനോദ് ജോസ് ഈ ചിത്രം ഉപേക്ഷിക്കുന്നില്ല, മറ്റൊരു നായകനെ വെച്ച് ചെമ്പൻ വിനോദ് തന്നെ ഇത് സംവിധാനം ചെയ്യുമെന്ന രീതിയിലും വാർത്തകൾ പ്രചരിച്ചു. എന്നാൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായി സംസാരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. ചെമ്പൻ വിനോദ് ജോസ് ഇതുമായി പ്രതികരിച്ചുകൊണ്ട് ഒരവസരത്തിൽ എത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. താൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതും. ചിത്രത്തിന്റെ പ്രവർത്തനങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ഒരു കൈയിൽ മിഷൻ കണ്ണും മറുകയിൽ ചുറ്റികയും ഏന്തി കാറിന് മുകളിൽ കയറി പിന്തിരിഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന്റെ റംബാൻ സിനിമയിലെ പോസ്റ്റർ വലിയ രീതിയിൽ വൈറലായിരുന്നു. ബുള്ളറ്റിന്റെ ചെയിനാണ് റംബാന്റെ ആയുധമെന്ന് ചിത്രത്തിന്റെ പൂജാ ചടങ്ങിൽ ചെമ്പൻ വിനോദ് പറഞ്ഞിരുന്നു. മോഹൻലാൽ അവതരിപ്പിക്കുന്ന റംബാൻ എന്ന കഥാപാത്രത്തിന്റെ മകളായെത്തുന്നത് നടി ബിന്ദു പണിക്കരുടെ മകളായ കല്യാണി പണിക്കരായിരുന്നു. അങ്കമാലി ഡയറീസ്, ഭീമന്റെ വഴി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ചെമ്പൻ വിനോദ് തിരക്കഥ എഴുതുന്ന ചിത്രം കൂടിയായിരുന്നു മോഹൻലാലിന്റെ റംബാൻ. എന്നാൽ ചിത്രം ഉപേക്ഷിച്ചു എന്ന വിവരം മോഹൻലാലോ മറ്റ് അണിയറ പ്രവർത്തകരോ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഈ വാർത്ത സത്യമാകരുതേ എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മോഹൻലാലിന്റെ വരാൻ പോകുന്ന ചിത്രത്തിലേക്ക് ഫീമെയിൽ ലീഡായി ഒരു താരത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങൾ വരികയാണ്. അതും ജോഷി സംവിധാനം ചെയ്യുന്ന ഒരു മോഹൻലാൽ ചിത്രത്തിലേക്ക് തെലുങ്കിൽ നിന്നും അനുഷ്ക ഷെട്ടിയാണ് മോഹൻലാലിന്റെ നായികയായി എത്തിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ജോഷിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ സിനിമ എന്ന് പറയുമ്പോൾ അത് റംബാൻ തന്നെയല്ലേ? എന്നാൽ റംബാനെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത് എന്ന് വ്യക്തമല്ല. ഏറ്റവും വലിയൊരു റൂമർ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് പ്രചരിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്ക് അനുഷ്ക ഷെട്ടിയെ ഫീമെയിൽ ലീഡ് റോളായി എത്തിക്കാൻ പോകുന്നു എന്ന കാര്യം അനുഷ്ക ഷെട്ടിയെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ. റംബാൻ എന്ന സിനിമ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ചില മൂവി അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നതും. റംബാനുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇതുപോലുള്ള റൂമറുകൾ പ്രചരിച്ചിരുന്നു. ചെമ്പൻ വിനോദ് തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലേക്ക് മോഹൻലാലിനൊപ്പം ജോജു ജോർജും ബിജു മേനോനും ഉണ്ടാകുമെന്ന് വലിയൊരു പ്രചാരണം ഉണ്ടായിരുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ബിജു മേനോനും ജോജു ജോർജും റംബാന് വേണ്ടി ഡേറ്റ് നൽകിയിട്ടുണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ പിന്നീട് ഡേറ്റ് നൽകിയിട്ടില്ലെന്നും ഇവർ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന കാര്യം അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിട്ടുമില്ല. സോനു സൂദ്, അർജുൻ അശോകൻ, കൃഷ്ണശങ്കർ, കല്യാണി പണിക്കർ എന്നിവരാണ് റംബാനിൽ മറ്റ് ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. ചെമ്പൻ വിനോദും ചിത്രത്തിൽ നിർണായക വേഷം അവതരിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതേ സിനിമയിലേക്കായിരിക്കാൻ സാധ്യതയുണ്ട് അനുഷ്ക ഷെട്ടിയുടെ വരവും എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കാത്തിരിക്കാം അങ്ങനെ ചില ഗംഭീര സർപ്രൈസുകൾക്ക് വേണ്ടി. ഇപ്പോൾ എന്തായാലും ഇത് റൂമറായി തന്നെയാണ് പ്രചരിക്കുന്നത്.